ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ അൽസബ്. ഞാനിപ്പോൾ 10th ഒക്കെ കഴിഞ്ഞ് റിസൾട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റിസൾട്ടിൻ്റെ വീഡിയോ ഒക്കെ കമ്മിങ് സൂൺ ആവുന്നു. അപ്പോൾ എല്ലാവരും കാണണേ. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, സ്കൂൾ പ്രിപ്പറേഷൻ ഏറ്റവും നല്ലൊരു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്. എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. എനിക്ക് തോന്നിയതും എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യമാണ്, സൈലം ഭയങ്കര ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ നമുക്ക് നല്ല ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല ബെറ്റർ ഓപ്ഷനായിട്ട് ഞാൻ സൈലം തന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വിചാരിച്ചാൽ, എൻ്റെ HS ക്ലാസ്സസ് എന്ന് വിചാരിച്ചാൽ 8th 9th 10th 8th ലാസ്റ്റൊക്കെ ആയിട്ടാണ് ഞാൻ സൈലം ഇങ്ങനെ ഒരു കണ്ടു തുടങ്ങിയത്. അപ്പം എനിക്ക് സൈലം ഇഷ്ടമായി. അപ്പോൾ 9th 10th എനിക്കൊരു ബെസ്റ്റ് ഓപ്ഷനായിട്ട് ഞാൻ സൈലം തന്നെ ചൂസ് ചെയ്തു. അപ്പോൾ 9th വെച്ചാൽ കുറേ ക്ലാസ് കിട്ടിയതുണ്ട്, കലോത്സവം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ സ്പോർട്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. 10th അത്ര ക്ലാസ് കിട്ടിയതില്ല. അപ്പോൾ 9th ഞാൻ തുടക്കം മുതൽ കുറച്ച് പഠിച്ചിരുന്നു. പിന്നെ കലോത്സവം സ്പോർട്സായിട്ട് ബുക്ക് തുറക്കാറും കൂടി ഇല്ല. അപ്പോൾ പിന്നെ സൈലം ക്ലാസ് മാത്രമായി കാണില്ലേ. അതുകൊണ്ട് തന്നെ എനിക്ക് സൈലം പഠിക്കാത്ത കാരണം സൈലം ക്ലാസ് കണ്ട ഒരു പ്രാവശ്യം ബുക്കൊക്കെ വായിച്ച് എനിക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ എനിക്ക് സൈലം ഒരു നല്ല ഓപ്ഷനായിട്ട് 10th തോന്നി. അപ്പോൾ ഞാൻ 10th അതിൽ ജോയിൻ ചെയ്തു. 10th ഞങ്ങൾക്ക് ക്ലാസ്സൊക്കെ തുടങ്ങുന്നുണ്ട്. ഒരു ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ അങ്ങനെ ക്ലാസ്സസൊക്കെ തുടങ്ങിയിരുന്നു. അപ്പം ഞാൻ ചെറുതായിട്ട് സ്പോർട്സിനൊക്കെ പോകുന്നുണ്ട്. സ്പോർട്സ് കലോത്സവത്തിനൊക്കെ 10th പോകാൻ ഉദ്ദേശിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പഠിച്ചു തുടങ്ങി. പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് സ്പോർട്സിന് പോകും. അത് കഴിഞ്ഞിട്ട് അങ്ങനെ കുറച്ച് പ്രാക്ടീസസ് സ്പോർട്സിൻ്റെ അങ്ങനെയൊക്കെ ആയി പോകുമ്പോൾ വീട്ടിൽ പോയി വന്നാൽ ഭയങ്കര ക്ഷീണമാണ്. ബുക്ക് തുറക്കണമെങ്കിൽ 8 മണിയാണ് ബുക്ക് തുറക്കില്ല. അപ്പോൾ പിന്നെ ക്ലാസ് മാത്രം സൈലത്തിന് കാണാം. ഞാൻ തുടക്കത്തിൽ കുറച്ചധികം പഠിച്ചു തുടങ്ങിയ കാരണം ഇടയിലൊക്കെ ഞാൻ കുറേ സ്കിപ്പ് ചെയ്ത് ഒന്നും പഠിക്കാതെ വന്നിട്ടുണ്ട് 10th. അപ്പോൾ എനിക്ക് സൈലം ഭയങ്കര ഉപകാരപ്രദമായിരുന്നു. എന്ന് വിചാരിച്ചാൽ സൈലത്തിൻ്റെ റെക്കോർഡഡ് വീഡിയോസ് ലൈവ് തന്നെ എനിക്ക് എപ്പോഴും കാണാൻ പറ്റാറില്ല. കാരണം എന്ന് വിചാരിച്ചാൽ ഞാൻ ഒന്നിനെ പ്രാക്ടീസ് ചെയ്യുന്ന ടയേർഡായിരിക്കും. അപ്പോൾ ഞാൻ പഠിക്കാൻ എടുക്കുന്ന നേരത്ത് ആ ലൈവ് ഫുൾ കാണുക. അതാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി. ഓഫ്ലൈനായി പോയി നമുക്കിത് കിട്ടില്ല. നമ്മൾ ആ ദിവസം ലീവ് എടുത്താൽ പിന്നെ അത് കഴിഞ്ഞു. പിന്നെ വീഡിയോയും ഒന്നും നമുക്ക് കാണാൻ ആ ക്ലാസ്സൊന്നും നമുക്ക് പിന്നെ ആ ക്വാളിറ്റിയിൽ തന്നെ കിട്ടണമെന്നില്ല. കിട്ടുമായിരിക്കും, പക്ഷെ ആ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സൈലത്ത് ജോയിൻ ചെയ്തു. നമ്മുടെ ലൈവ് വീഡിയോ അതിൽ റെക്കോർഡഡ് ആയി കിടക്കും. പിന്നെ അതിൽ നമുക്ക് ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാം നമ്മുടെ മെൻറ്ററിനോട് ചോദിച്ചിട്ട്. ഇപ്പോൾ സൈലത്തിലൊരു ഫീച്ചർ വന്നിട്ടുണ്ട്, AI ഗുരു. അതാവുമ്പോൾ പിന്നെ നേരിട്ട് നമുക്ക് ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാം. നമ്മുടെ ഡയറക്റ്റ് സാറുമാരോടൊക്കെ നമുക്ക് സംസാരിക്കാം ഒക്കെ ചെയ്യാം. അപ്പോൾ അതെനിക്ക് ഒരു നല്ല ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ സൈലം ചൂസ് ചെയ്യാനുള്ള കാരണം അത് തന്നെയാണ്. പിന്നെ സൈലത്തിൻ്റെ വേറൊരു ഫീച്ചറാണ് പോൾ വീഡിയോസ് കുറേ ഒരു യൂസ്ഫുൾ ആണ്. കാരണം എന്ന് വെച്ചാൽ ഒരു വലിയ ടോപ്പിക് നമുക്ക് ചെറിയ ടോപ്പിക്സ് ആക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് ക്ലാസ്സസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ എടുത്ത് കാണാം. പിന്നെ ടെക്സ്റ്റിലുള്ള എല്ലാ ആക്ടിവിറ്റീസും അതിൽ ഫുൾ എക്സ്പ്ലെയിൻഡ് ആണ്. അപ്പോൾ നമുക്ക് വല്ല ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. പിന്നെ ലൈവിൽ നമുക്ക് അങ്ങനെ ഡൗട്ട്സൊക്കെ നേരിട്ട് ക്ലിയർ ചെയ്യാനും ചിലപ്പോൾ ഒന്നും അവർ ആ തിരക്കിൽ കാണില്ല. അപ്പം മെൻറ്റേഴ്സ് ത്രൂ ക്ലിയർ ചെയ്യാം. അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ക്ലാസ്സൊക്കെ കട്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നോക്കി കാണാമല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ബെസ്റ്റ് ഓപ്ഷൻ സൈലം തന്നെയാണ്. മാത്സൊക്കെ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. മാത്സൊക്കെ ഞാൻ കണ്ട ക്ലാസ് തന്നെ 2-3 പ്രാവശ്യമൊക്കെ എടുത്ത് കാണുമായിരുന്നു. അപ്പം മാത്സിൻ്റെ കാര്യമൊക്കെ പക്കാ പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ കെമിസ്ട്രി സെക്കൻഡ് ലെസൺ എനിക്ക് സ്കൂളിലെടുത്തപ്പോൾ വലിയ കാര്യമായിട്ട് ഒന്നും മനസ്സിലായില്ല. ക്ലാസ്സിലുള്ളവർക്കൊക്കെ ഭയങ്കര ടഫ്. പിന്നെ ഞാൻ മുന്നേ സൈലം കണ്ടു തുടങ്ങിയ കാരണം സെക്കൻഡ് ചാപ്റ്റർ അവിടെ ഒരു വെക്കേഷന് മുന്നേ തീർന്ന കാരണം എനിക്ക് ആ മൃദുല മിസ്സിന് ഷെഫീഖ് സാറും മൈൻഡ് മാപ്പൊക്കെ ഉണ്ടായിരുന്നു സെക്കൻഡ് ലെസന്. ഭയങ്കര യൂസ്ഫുള്ളായി. അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആവാൻ മാത്രമല്ല, ഞാൻ എക്സാമിന് വരെ അത് വർക്കൗട്ട് ചെയ്തിരുന്നത്. അപ്പം അങ്ങനെ കുറേ മൈൻഡ് മാപ്സ്, ഷോർട്ട് നോട്ട്സ് ഒക്കെ നമ്മുടെ ടീച്ചേഴ്സ് സൈലത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ഇവാലുവേഷനാണ്. ക്രിസ്മസ് എക്സാം, മോഡൽ എക്സാം, ഓണം, അങ്ങനെ എല്ലാ എക്സാമിന് മുന്നിൽ നമുക്ക് സൈലത്തിൽ ഒരു എക്സാം ഉണ്ടാവും. അപ്പോൾ അത് കണ്ടക്ട് ചെയ്യുന്ന വഴി നമുക്ക് കുറച്ചൊരു മോഡലും ക്വസ്റ്റ്യൻ, പിന്നെ ഓരോ ലെസൺസ് കഴിയുമ്പോൾ നമുക്ക് ഇവാലുവേഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. പിന്നെ നമുക്ക് വല്ല ക്ലാസ്സസൊക്കെ മിസ്സായാൽ ഭയങ്കര യൂസ്ഫുള്ളാണ്. ക്ലാസ്സസൊക്കെ മിസ്സായി ഇവിടെ വന്ന് കാണാം, ഒരു പ്രശ്നമില്ല. എല്ലാ വീഡിയോസും റെക്കോർഡഡ് ആയിട്ട് അതിൽ കിടപ്പുണ്ടാവും.
അത് കാണാം. പിന്നെ PDF നമുക്ക് ഡൗൺലോഡ് സാധാരണ ഒരു ഓഫ്ലൈനിൽ പോകുമ്പോൾ നമുക്കിപ്പോൾ ഇതൊക്കെ എഴുതിയെടുക്കാം. ഇതൊക്കെ നമ്മുടെ ഫോണിലെ എക്കാലത്തേക്ക് ഒരു 1 ഇയർ ഗ്യാരണ്ടി ആ നോട്ട്സൊക്കെ അതിലുണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ള അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയൊക്കെ ചെയ്യാം. അതിന് ഒരു പ്രശ്നമില്ല. അപ്പോൾ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ എനിക്ക് ഒരു പേഴ്സണൽ ഒപ്പീനിയൻസ് ആയാലും തന്നെയാണ്. പിന്നെ മാത്സിൻ്റെ കാര്യത്തിൽ എഴുത്ത് സാറും ഷാദ്രംസൻ സാറും കുറേ ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് മാത്സ് ഭയങ്കര കുറച്ചൊരു ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഷാദ്രംസൻ സാറിൻ്റെ ക്ലാസ് സൂപ്പറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആളിപ്പോൾ ഇങ്ങനെ നമുക്ക് മാത്സ് പറഞ്ഞു തരുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് എനിക്ക് മാറിക്കൊണ്ടിരിക്കും. പിന്നെ എക്സാമിൻ്റെ ടൈമൊക്കെ ആകുമ്പോഴേക്കും ഞാൻ കുറച്ച് അധികം ഇമ്പ്രൂവ് ആയിട്ടുണ്ടായിരുന്നു മാത്സിൻ്റെ കാര്യത്തിലൊക്കെ. അപ്പോൾ മാത്സ് പിന്നെ ഹിന്ദി ഒക്കെ ക്ലാസ്സിൽ ഞാൻ നോട്ട്സ് അങ്ങനെ എഴുതും, പക്ഷേ ഞാൻ വീഡിയോ ഒന്നും നോട്ട് നോട്ടില്ല. പിന്നെ ഹിന്ദി ഞാൻ സൈലത്തിലത്തെ നോട്ട്സാണ് പഠിച്ചത്. ബാബു സാറിന് നോട്ടൊക്കെ എഴുതിയിട്ട് ആ നോട്ടൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിലിരിക്കുന്നു. നോട്ട് എഴുതിയെടുത്ത് ഞാൻ അത് നോക്കിയിട്ടാണ് പഠിക്കാറ്. മുന്നിലത്തെ ഹിന്ദി നോട്ട് സ്കൂളിലത്തെ ഹിന്ദി നോട്ട് മുന്നിൽ എഴുതും, സൈലത്തിന് ഹിന്ദി നോട്ടൊക്കെ ബാക്കിൽ ഫുള്ള് എഴുതും. സ്കൂളിലത്തെ തുറക്കില്ല ഹിന്ദിയൊന്നും, സൈലത്തിലേക്ക് ഫുൾ ഹിന്ദിയൊക്കെ പഠിക്കാം. നമ്മുടെ ബാബു സാറിൻ്റെ നോട്ട്സ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. നല്ലൊരു ഭയങ്കര സിമ്പിൾ വേർഡ്സ് വെച്ചിട്ടാണ് നോട്ട്സ് എഴുതുക. ഞാൻ ഭയങ്കര ഇംപ്രസീവ് ഒക്കെയാണ്. അപ്പോൾ എനിക്ക് ആ നോട്ട്സാണ് ഹിന്ദിയുടെ കാര്യത്തിൽ ഞാൻ പ്രിഫർ ചെയ്തിരുന്നത്. ഇംഗ്ലീഷ് നാച്ചു സാറിൻ്റെ നോട്ട്സാണ് ഞാൻ നോക്കി പഠിക്കാറ്. സ്കൂളിലെ നോട്ട്സൊന്നും ഞാൻ എടുക്കാറില്ല. ടോട്ടലി ഞാൻ പറയുന്നത് സ്കൂളിൽ അധികം നോട്ട്സൊന്നും സ്കൂളിലത്തെ ഞാൻ പഠിക്കാറില്ല നോക്കിയിട്ട്. പിന്നെ സ്കൂളിൽ ക്ലാസ് കേൾക്കും, അത്ര തന്നെ. വേറൊരു എക്സ്ട്രാ ആയിട്ട് അവിടെ നിന്നൊന്നും ഞാൻ നോട്ട്സൊന്നും ഞാൻ പഠിക്കാറൊന്നുമില്ല. ഞാൻ സൈലത്തിൽ വന്നിട്ടാണ് നോട്ട്സ് ഒക്കെ എഴുതി. അപ്പോൾ ഇനി പിന്നെ മെൻറ്റേഴ്സിൻ്റെ കാര്യം പറയുന്നത്, നമ്മളെപ്പോൾ ഡൗട്ട് ചോദിച്ചാലും അവർ നമുക്ക് റിപ്ലൈ തരും. ഞാൻ പറയുകയാണെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ സൈലം തന്നെയാണ് ഞാൻ പ്രിഫർ ചെയ്യുക. അപ്പോൾ ഞാൻ +1 ഇനി സൈലത്തിൽ തന്നെയാണ് ജോയിൻ ചെയ്തിരുന്നത്. ഓൾറെഡി ജോയിൻ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും ഞാൻ ഏത് ഗ്രൂപ്പ് എടുത്തേക്കുന്നത്. നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ +1 ഓൾറെഡി സൈലത്തിൽ തന്നെ ജോയിൻ ചെയ്തു. അപ്പോൾ പ്രീമിയം ക്ലാസ്സസ് ഒക്കെയാണ്. അപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, ഒരു ബെസ്റ്റ് ഒപ്പീനിയനായിട്ട് ഞാൻ ഇതുവരെ കണ്ടിരിക്കുന്നത് സൈലം തന്നെയാണ്. സൈലത്തിലത്തെ മാത്സ്, കെമിസ്ട്രി എല്ലാ ക്ലാസ്സും സൂപ്പറാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിരിക്കുന്നത് മാത്സ് ക്ലാസ്സാണ്. എനിക്ക് ഫുൾ ഉപകാരപ്രദമായിരിക്കുന്നത്. ഇതിൽ മാത്സ് രക്ഷിച്ചു എന്ന് തന്നെ പറയാൻ ഈ സൈലം കണ്ടോടുകൂടി. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ സൈലത്തിൽ ഞാൻ എങ്ങനെയാണ് സൈലം കണ്ടുമുട്ടിയെന്നുള്ള ഒരു ചെറിയൊരു സ്റ്റോറിയൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ബിലോ. പിന്നെന്താ, പിന്നെ നിങ്ങൾക്ക് കൂടുതൽ സ്റ്റഡി വീഡിയോസ് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ സ്റ്റഡി വീഡിയോസ് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളാം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.